ഈ ഒരു സെറ്റ് കണ്ടോ, പ്യുവർ ക്രേപ്പിൽ നല്ല ഭംഗിയുള്ള യോക്കിൽ വർക്ക്. ഫാബ്രിക്കിൻ്റെ ടെക്സ്ചറാണ് ഏറ്റവും അട്രാക്റ്റീവ്. നല്ല സോഫ്റ്റാണ്, കൂളായിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിലേക്ക് ഇതാ ഇതുപോലെ ചെറിയ ബൂട്ടി വീവിങ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ്. ബോട്ടം സാൻറ്റോണാണ്. ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ഫിനിഷിലുള്ള ദുപ്പട്ട. നമ്മുടെ ഹെവി ഐറ്റം വരില്ലേ, 2000 എബോവ് വരുന്ന ആ സെറ്റ്സിൻ്റെ അതേപോലെ തന്നെ 1695 റേഞ്ച്. കളേഴ്സ് എല്ലാം ഡൈ ചെയ്ത് വന്നിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഓരോ കളേഴ്സ് എടുക്കുമ്പോൾ അതാണോ ഭംഗി തോന്നുന്നത്. രസമെന്നൊക്കെ രസമുള്ള സെറ്റുകളാണ്. നല്ല ലെങ്ത്തിൽ തന്നെ തയ്ക്കണം. പ്യുവർ ഫോം ആയതുകൊണ്ട് ചെറുതായിട്ട് ഷ്രിങ്ക് ആവും. സ്റ്റീം അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. സ്റ്റീം അയൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്ത്തിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്ത് യൂസ് ചെയ്യാം. ഡ്രൈ വാഷിന് പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ സ്റ്റീം അയൺ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം ഈ പ്യുവർ ഫോം നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് ആ ഒരു ഷ്രിങ്കിങ് വരും വാഷ് ചെയ്ത് വെള്ളം ചെന്ന് കഴിയുമ്പോൾ. അപ്പോൾ അത് നോക്കിയെടുക്കുക. പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ്. ഞാനിത് റെഗുലർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിടക്കും കേട്ടോ. നല്ല കളേഴ്സും ഡൈ ചെയ്തെടുത്തേക്കുന്ന കളേഴ്സുമാണ്. റെയർ കളേഴ്സാണ്. ഓപ്പൺ ചെയ്ത് കാണാം. ബുക്കിംഗ്സ് സൈറ്റ് ചെയ്യുക. സൈറ്റ് ആഡ് ഗ്ലിറ്റ്സിൻ്റെ ഓപ്ഷൻ. ഫസ്റ്റ് കളർ നല്ല ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ്. എന്ത് ഭംഗിയാന്ന് നോക്കി. ഫാബ്രിക് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ, പ്യുവർ ഫോം ഓഫ് ഫാബ്രിക്കാണ്. നല്ല രസം വർക്ക്. നോർമലി ഈ ഫാബ്രിക്കിൽ ഹാൻഡ് വർക്ക് വരുമ്പോഴാണ് നല്ല റേറ്റിൽ വരുന്നത്. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു മെഷീൻ എംബ്രോയ്ഡറിയാണ് വന്നേക്കുന്നത്. എന്നാൽ ആ ഒരു ഹാൻഡ് വർക്കിൻ്റെ ലുക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ റേറ്റ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കിട്ടിയേക്കുന്നത്. 1695 റേഞ്ചിലേക്കാണ് വന്നേക്കുന്നത്. പ്യുവർ ഫോമാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടം വന്നേക്കുന്നത് സാൻറ്റോണാണ് കേട്ടോ. ഇതൊക്കെ ഡൈ ചെയ്ത് വന്നേക്കുന്ന ഫാബ്രിക്കാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മാക്സിമം ഒന്ന് ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കുക. അത് തന്നെയായിരിക്കും ഏറ്റവും ബെറ്റർ. എപ്പോഴും നമ്മൾ പ്യുവർ ഫോം ഓഫ് ഫാബ്രിക്കും റേറ്റ് കൂടുതലുള്ള ഫാബ്രിക്കും കൂടുതൽ കെയർ ആവശ്യമാണ് കേട്ടോ. ഇത്രയും നമ്മൾ പൈസയ്ക്ക് വാങ്ങിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് പോയി അങ്ങനെ നമ്മൾ പലരും കമൻറ്റ് പറയാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കൂടിയ ഐറ്റംസ് എപ്പോഴും ഡ്രൈ വാഷ് ചെയ്യുക, അങ്ങനെ കെയർ ചെയ്ത് യൂസ് ചെയ്യണം. പ്യുവർ ഫോം ആയിരിക്കുമല്ലോ. ഇതുണ്ടോ ഇത്ര രസമെന്നൊക്കെ. നല്ല ഭംഗിയുള്ള സെറ്റുകളാണ്. ഇപ്പോൾ ഈവൻ ഗോൾഡിൻ്റെ കേസിൽ തന്നെ 916 പ്യുവർ ഫോം ആയതുകൊണ്ട് പെട്ടെന്ന് വളയെ ഓടുകയൊക്കെ ചെയ്യും. അതേസമയം കുറച്ച് ക്യാരറ്റ് 18 ക്യാരറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് പൊട്ടില്ല. അതുപോലെ തന്നെ ഫാബ്രിക്കിൻ്റെ കേസും പ്യുവർ ഫോം എപ്പോഴും നമ്മൾ കെയർ ചെയ്ത് യൂസ് ചെയ്യണം കേട്ടോ. നല്ല ഭംഗി. അത് അയണിങ്ങും അതിൻ്റെ വാഷിങ്ങും ഒക്കെ കെയർ ചെയ്താൽ മാത്രമാണ് ഫാബ്രിക് എപ്പോഴും ലാസ്റ്റ് ചെയ്യുക. അതേ ഭംഗിയിൽ തന്നെ ഇരിക്കും. ഇത് ഭംഗിയാണ്. നല്ല കളർ എല്ലാം നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഡൈ ചെയ്തേക്കുന്നതുകൊണ്ട് ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. നല്ല രസമുള്ള സെറ്റ്. ചിക്കൻ കറിയൊക്കെ നോർമലി ഈ കളേഴ്സിൽ വരാറുണ്ടല്ലോ സെറ്റ്സ്. അതേ റെപ്ലിക്ക തന്നെ 1695 റേഞ്ചിൽ ഇത് സൂപ്പറായിട്ട്. ഇത് കഴിയുമ്പോഴും നല്ല ഒരു ബ്രൈറ്റ്നെസ് ഉള്ള സോഫ്റ്റ് ഫിനിഷിൽ വന്നിട്ടുള്ള ഫാബ്രിക്. എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ഇനി വരുന്നത് ഗ്രീൻ. ഇതുപോലെ അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ ലോങ് ആയിട്ട് ഫുൾ ലെങ്ത്തിൽ തന്നെ തയ്ക്കുക. ബ്യൂട്ടിഫുൾ ദുപ്പട്ട. ദുപ്പട്ടയിൽ ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുഞ്ഞു കുഞ്ഞു ബൂട്ടി വർക്ക് ചെയ്തേക്കുന്ന സാൻറ്റോണാണ് ബോട്ടം വന്നേക്കുന്നത്. സ്ട്രെയിറ്റ് കട്ടായിട്ട് തയ്ച്ചാൽ മതി. നല്ല പിങ്ക്, ബ്യൂട്ടിഫുൾ പിങ്ക്. ഇതുപോലെ ആൻഡ് ബോട്ടം. ഇനി ഒരു കളറും കൂടെ ഉണ്ട്, അതും കൂടി ഓപ്പൺ ചെയ്ത് കാണാം. ഓരോ കളേഴ്സും ഭംഗിയാണ് കേട്ടോ. യോക്കിൽ ആ ഒരു വർക്കും ദുപ്പട്ടയൊക്കെ ആയിട്ട് ഫങ്ഷനൊക്കെ ഇട്ടാലും ഭയങ്കര കൂളാണ്. ഫാബ്രിക് ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ ഇതിലേതെങ്കിലും വേണം എന്നാണെങ്കിൽ വേഗം തന്നെ സൈറ്റ് ബുക്ക് ചെയ്യുക. സൈറ്റ് ഐ ഡി ഗ്ലിറ്റ്സ് ഇന്ത്യ. അതല്ലാന്നുണ്ടെങ്കിൽ 3 വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.